എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് അരിപ്പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് അരിയിലാണ്, പച്ചരി. അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കാം. മുഴുവനും ആയിട്ട് വേവിക്കരുത്, പകുതി മുക്കാലായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കിയിട്ടാ. ആ വെന്ത അരി ഒരു ഉരുളിയിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ആ ഉരുളിയിലേക്ക് ഇട്ടു. വെള്ളമൊക്കെ അതേപോലെ തന്നെ വറ്റിയൊക്കെ വന്നു. ഇനി അതിലേക്ക് ഒരു നാളികേരം പിഴിഞ്ഞ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ പാല് 2.5 ലിറ്റർ വെള്ളത്തിൽ രണ്ടാമത്തെ പാല് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. നന്നായിട്ട് വെന്തു, ഒന്ന് കുറുകി വന്നു. ഇപ്പോൾ 600 ഗ്രാം ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര നീരിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റണം. അപ്പോഴാണ് ഈ അരിയിലൊക്കെ നന്നായിട്ടൊന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുറുകി എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-8 ഏലക്കായയും 2 സ്പൂൺ നല്ല ജീരകവും ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതൊന്ന് നന്നായിട്ടൊന്ന് വന്നപ്പോൾ ആദ്യം പിഴിഞ്ഞു വെച്ച പാല്, കട്ടിയിലുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. ചെറിയ തിള വരുന്ന സമയത്ത് തന്നെ സ്റ്റവ് ഓഫാക്കിയിടാം. ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ മൂപ്പിച്ചത് അതും ഒഴിച്ചു കൊടുക്കാം. പായസം തയ്യാറായി.